പല്ലിശ്ശേരി ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട മമ്മൂക്ക 13. ഒറ്റ ചവിട്ടിന് KG ജോർജ് ദൂരെ തെറിച്ച് വീണു. കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് അവിടെയാണ്. എല്ലാവരും സ്ട്രക്കായി നിന്നു. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. KG ജോർജ് ഇങ്ങനെ വീണ് കിടക്കുന്നതാണ്. മമ്മൂട്ടിക്ക് ശബ്ദിക്കാൻ പറ്റിയില്ല. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് മിണ്ടാതെ നിൽക്കുന്നു. ആർക്കും ഓടിയെടുക്കാനും പറ്റുന്നില്ല. ക്യാമറമാൻ വിളിച്ചു പറയുന്നു, ജോർജ് സാറിന് ആരെങ്കിലും താങ്ങിയെടുക്കൂ. അപ്പോൾ KG ജോർജ് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് പറഞ്ഞു, ആരും വരണ്ട, ഞാൻ പതുക്കെ എണീറ്റുണ്ട്. KG ജോർജ് ആരുടെയും സഹായമില്ലാതെ പതുക്കെ എണീക്കാൻ ശ്രമിക്കുന്നു. മമ്മൂട്ടി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. തൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. ഇനി എത്രയും വേഗം തിരിച്ച് നാട്ടിലേക്ക് പോകാം. എന്തൊരു ചവിട്ടാണ് താൻ ചവിട്ടിയത്. അതും സംവിധായകനാണ് എന്നൊരു ഓർമ്മ പോലും ഉണ്ടായില്ല. തന്നല്ല, ആരും ക്ഷമിക്കില്ല. മമ്മൂട്ടി കുറച്ചുകൂടി മുന്നോട്ട് ചേർന്ന്, ക്ഷമിക്കണം ജോർജ് സാർ, ക്ഷമിക്കണം ജോർജ് സാർ എന്ന് പറഞ്ഞു. KG ജോർജ് മമ്മൂട്ടിയെ നോക്കി പതുക്കെ ചിരിച്ചു. ആ ചിരിയിൽ ഒളിഞ്ഞു കിടക്കുന്നത് അപകടമാണ് എന്ന് മമ്മൂട്ടിക്ക് മനസ്സിലായി. എന്തായാലും അവിടെ തന്നെ അങ്ങനെ ജീവശവം പോലെ നിന്നു. KG ജോർജ് എണീറ്റ് വന്നു. മമ്മൂട്ടിയുടെ തോളത്ത് പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുഡ്, നന്നായിരിക്കുന്നു, അസലായിട്ട് ചവിട്ടിയിട്ടുണ്ട്. ഈ ചവിട്ട് ഇനി മുഖത്തു കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ല നടനായിരിക്കും. സാറിന് വേദനിച്ചോ എന്ന് ചോദിക്കുന്നതിൽ എന്ത് കാര്യം? ഇതുമാതിരി ചവിട്ടേറ്റ് നിലത്ത് വീണ ഒരാൾക്ക് വേദനിച്ചോ എന്ന് ചോദിക്കേണ്ടതില്ല. നന്നായി വേദനിച്ചു. എന്നാലും ഒരു കാര്യം മനസ്സിലായി, താങ്കൾ ഒറിജിനലായിട്ടാണ് അഭിനയിച്ചത്. അതുകൊണ്ട് നമുക്കിനി ടേക്കിന് പോകാം, അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് ഷറഫാണ് അഭിനയിക്കേണ്ടത്. മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്താണ് ഷറഫ്. അപ്പോൾ ഷറഫിനെയാണ് മമ്മൂട്ടി ചവിട്ടി വീഴ്ത്തേണ്ട ഭാഗം. അത് അത്രയും ശരിയായതുകൊണ്ട് KG ജോർജ് അഭിനയിച്ച് കാണിക്കുകയായിരുന്നു. അതിനുള്ള കൂലിയും കിട്ടി. ഈ റിഹേഴ്സൽ സമയത്ത് KG ക്യാമറമാനോടും അസിസ്റ്റന്റ് ഡയറക്ടറോടും പറഞ്ഞു, ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇനി എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ തന്നെ ക്യാമറ ഓൺ ചെയ്തുകൊണ്ടേയിരിക്കുക. ആരും ബഹളം വയ്ക്കണ്ട, ഷൂട്ടിംഗ് ഒരു ഭാഗത്ത് നടക്കട്ടെ എന്നാണ് KG പറഞ്ഞത്. അത് കേട്ടപ്പോഴാണ് മമ്മൂട്ടിക്ക് ഇത്തിരി ആശ്വാസമായത്. അപ്പോൾ എന്ത് വേണമെങ്കിൽ നടക്കാം. മമ്മൂട്ടി ഷറഫിനും ഒരുമിച്ചൊരു സീൻ പ്ലാൻ ചെയ്തു. KG പറഞ്ഞു, ഷോട്ടിന് മുമ്പ് ഒരു റിഹേഴ്സൽ നോക്കട്ടെ. നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ഷറഫിനെ അടിച്ച് വീഴ്ത്തുന്നു. ഷറഫ് താഴെ വീഴുന്നു. മമ്മൂട്ടി മുട്ടുകാലുകൊണ്ട് അയാളുടെ മൂക്കിന് ഇടിക്കുന്നു. ഓക്കെ, റിഹേഴ്സൽ ഓക്കെ ആണെന്ന് KG ജോർജ് പറഞ്ഞു കഴിഞ്ഞു. മമ്മൂട്ടിക്ക് ഭയങ്കര സന്തോഷം, കൈ കൊടുക്കുന്നു. ഷറഫിന് മമ്മൂട്ടിയും ടേക്ക് ഓക്കെ ആക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്നു. ഓക്കെ സ്റ്റാർട്ട് ക്യാമറ പറയും മുമ്പ് മമ്മൂട്ടി ഒരു തീരുമാനമെടുത്തു. റിഹേഴ്സലിനേക്കാൾ നന്നായിരിക്കണം ടേക്ക്. പറഞ്ഞു കൊടുത്തതുപോലെ ഷറഫിനെ അടിച്ച് വീഴ്ത്തുന്നു. പിന്നെ അടുത്ത് ചെന്ന് മുട്ടുകാലുകൊണ്ട് മൂക്കിനിട്ട് നല്ല ഇടി കൊടുക്കുന്നു. ഷറഫ് അയ്യോ അമ്മേ എന്നൊരു നിലയ്ക്കുന്നു. നോക്കുമ്പോൾ മൂക്കിൽ നിന്ന് കുടുകുടാ ചോര വരുന്നു. എല്ലാവരും അന്തിച്ച് നിൽക്കുന്നു. ഷറഫ് ഒരു ഭാഗത്തേക്ക് വീഴുന്നു. ആകെ ബഹളം. പക്ഷേ ആ സമയത്തും ക്യാമറ എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. പിന്നെ ജോർജ് കട്ട് പറഞ്ഞു. കട്ട് പറഞ്ഞതിന് ശേഷം ഷറഫിൻ്റെ മൂക്കിൻ്റെ ഇവിടെ തുണി വെച്ച് ചോര നിയന്ത്രിക്കാൻ ശ്രമിച്ചു. മമ്മൂട്ടി കരയുന്ന ഭാവത്തിലാണ് നിൽക്കുന്നത്. തൻ്റെ ഭാഗത്തു നിന്ന് രണ്ടാമതും ഇങ്ങനെ സംഭവിച്ചല്ലോ. സോറി എന്ന് പറയുന്നുണ്ട്. ഷറഫിൻ്റെ തലയിൽ തൊട്ട് ഇടാ, ഞാൻ അറിയാതെ സംഭവിച്ചതാടാ, മനഃപൂർവ്വമല്ലടാ എന്നൊക്കെ മമ്മൂട്ടി വിളിച്ചു പോകുന്നുണ്ട്. ഇപ്പം KG ജോർജ് പറഞ്ഞു, മിണ്ടാതിരി മമ്മൂട്ടി, ഇപ്പം ആളെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്ക്. അങ്ങനെ പെട്ടെന്ന്
എറണാകുളത്തെ ലിസി ആശുപത്രിയിലേക്ക് ഷറഫിനെ കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് ഒരു ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു. മൂക്ക് ഓക്കെ ആയെങ്കിലും ഇപ്പോഴും ആ മൂക്കിന് ഒരു പരുക്കുണ്ട്. അതായത് പൂർവ്വസ്ഥിതിയിലല്ല മൂക്ക് എന്ന് ആലോചിക്കണം. സീനൊക്കെ KG ജോർജ് സന്തോഷത്തിലാണ്. ഇച്ചിരി ചോര വന്നെങ്കിലും ഒറിജിനൽ ബ്ലഡാണല്ലോ കിട്ടിയത് എന്നൊരാഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. ഈ സംഭവം കഴിഞ്ഞ് ഷറഫിനെ വീട്ടിലെത്തിക്കണം. അത് മമ്മൂട്ടി തന്നെ ഷറഫിനെ കൊണ്ടുപോകണം. എന്തു പറഞ്ഞാണ് വീട്ടുകാരെ ആശ്വസിപ്പിക്കേണ്ടത്? മമ്മൂട്ടി തന്നെ ഷറഫിനോട് പറഞ്ഞു, ഞാൻ എന്താടാ നിൻ്റെ ഉമ്മയോടും ബാപ്പയോടും പറയേണ്ടത്? മോൻ്റെ മൂക്കിനിടിച്ച് ചോര വരുത്തിയ ഒരുത്തനെ തന്നെയാണല്ലോ കൊണ്ടുപോകേണ്ടി വരുന്നത്. ഷറഫ് പറഞ്ഞു, എൻ്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. നീ ധൈര്യമായിട്ട് വാ, ഞാനില്ലേ. വീട്ടിൽ ചെല്ലുന്നു. നടന്ന കാര്യങ്ങൾ പറയുന്നു. പറഞ്ഞ കൂട്ടത്തിൽ മമ്മൂട്ടിയുടെ കണ്ണുകൾ നിറയുന്നു. അപ്പോൾ ഉമ്മയും ബാപ്പയും പറഞ്ഞു, അഭിനയമല്ലേ മോനെ, അറിയാണ്ട് സംഭവിച്ചതല്ലേ, മനഃപൂർവ്വമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് മമ്മൂട്ടിക്ക് ആശ്വാസമായത്. മമ്മൂട്ടി അങ്ങനെ ആശ്വസിച്ചെങ്കിലും മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ മമ്മൂട്ടിക്കും കിട്ടി മൂക്കിനിട്ടൊരു തട്ട്. അത് ഇൻസ്പെക്ടർ ബലറാമിൻ്റെ ഷൂട്ടിംഗ് സമയത്താണ്. ഫോർട്ട് കൊച്ചി. മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തായ KR വിശ്വംഭരൻ്റെ വീട്. അന്ന് KR വിശ്വംഭരൻ അവിടുത്തെ RDO ആയിരുന്നു. പിന്നീട് കളക്ടറായി ഉയർന്ന സ്ഥാനങ്ങൾ അലങ്കരിച്ചെങ്കിലും ഇന്നും മമ്മൂട്ടിയുടെ നല്ല സുഹൃത്താണ്. ആ വീട്ടിലാണ് ഇൻസ്പെക്ടർ ബൽറാമിൻ്റെ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്യുന്നത്. രാത്രി 10 മണി. മമ്മൂട്ടി ഇൻസ്പെക്ടർ ബലറാം എന്ന രീതിയിൽ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാന സീനിൽ മമ്മൂട്ടിയും ഭീമൻ രഘുവാണ്. കള്ളക്കടത്ത് സംഘത്തിൽ കടന്നു ചെന്ന് ആക്രമിക്കുന്ന സീനാണ് എടുക്കേണ്ടത്. IV ശശി മമ്മൂട്ടിയോട് പറഞ്ഞു, ഓവറാക്കരുത്, ചളമാക്കരുത്, ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ ഷൈൻ ചെയ്ത് അതുമാത്രം മതി. ഭീമിനോടും പറഞ്ഞു, മമ്മൂട്ടിക്കിട്ട് താങ്ങരുത്, അടിക്കുമ്പോൾ സൂക്ഷിക്കണം, ഇത് സിനിമയാണ്, മമ്മൂട്ടി കുറേ സിനിമകളുള്ള സമയമാണ് എന്നൊക്കെ തമാശ രൂപത്തിൽ പറഞ്ഞു. ആ സംഗീതത്തിൽ ചെല്ലുന്ന സീൻ എടുക്കുന്നു. മമ്മൂട്ടിയും ഭീമൻ രഘുവും ഏറ്റുമുട്ടുന്നതിനിടയിൽ ഭീമൻ രഘു മമ്മൂട്ടിയുടെ മൂക്കിനിട്ട് ഒരു താങ്ങുന്നു. ഓർക്കാപ്പുറത്ത് അടിയേറ്റ മൂക്കിൽ നിന്ന് രക്തം കുടുകുടാ ചാടുന്നു. ആ സംഭവം പഴയ ഒരു സിനിമയിലെ KG ജോർജിൻ്റെ സിനിമയിൽ ഷറഫുദ്ദീന് സംഭവിച്ചതുപോലെ ആയിത്തീരുന്നു. മമ്മൂട്ടിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നു. ആശുപത്രിയിൽ ഒരാഴ്ച കിടന്നു. പക്ഷെ മമ്മൂട്ടി സന്തോഷവാനായിരുന്നു. കാരണം ആ ഒരാഴ്ച തൻ്റെ ഭാര്യ സുലുവിനെയും മക്കളായ സുറുമയെയും ദുൽഖറിനെയും ഒരുമിച്ച് കിട്ടിയ സന്തോഷം മമ്മൂട്ടിക്കുണ്ടായിരുന്നു. മമ്മൂട്ടി എപ്പോഴും അങ്ങനെയാണ്. കുടുംബം എന്ന് വെച്ചാൽ ജീവനാണ്. അങ്ങനെ ഒരാഴ്ച ആശുപത്രിയിൽ അടിച്ച് പൊളിച്ച് വേദനയുണ്ടെങ്കിലും അതൊരു സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പുതിയ ലൊക്കേഷൻ മദ്രാസിലേക്ക് തീരുമാനിക്കുന്നു. മദ്രാസിൽ നിന്ന് നടൻ ശ്രീനിവാസൻ്റെ വിളി വരുന്നു, എത്രയും പെട്ടെന്ന് മമ്മൂട്ടിയും ഷറഫുദ്ദീനും മദ്രാസിലെത്തണം, ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. ഇക്കാര്യം ഭാര്യ സുലുവിനോട് പറഞ്ഞപ്പോൾ സുലു കരച്ചിലാരംഭിച്ചു. തൻ്റെ ഭർത്താവ് വക്കീലാണ്, പക്ഷേ സിനിമ ജീവിതവുമായി തുടർന്നു കൊണ്ടുപോകാനാണല്ലോ ആഗ്രഹിക്കുന്നത്. ഗൾഫിലേക്ക് ഭർത്താവ് പോകുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയുന്ന ഭാര്യയെപ്പോലെ സുലു മമ്മൂട്ടിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അങ്ങനെ മദ്രാസിലേക്ക് യാത്രയാക്കുന്നു. അപാര ഫോമിൽ തന്നെയാണ് മമ്മൂട്ടി വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. ഒരു കയ്യിൽ ബ്രീഫ് കേസ്, കാണാൻ സുന്ദരൻ,
പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. അവർക്ക് ബർത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അന്നത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ശരണമായിട്ടുള്ളൂ. എങ്കിലും മമ്മൂട്ടി ഒരു ശ്രമം നടത്തി. TTR കണ്ട് ഇത്തിരി കാശ് കൂടുതൽ കൊടുത്ത് ഒരു ബെർത്തോ സീറ്റോ ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോ കമ്പാർട്ട്മെൻറ്റ് തോറും 2 പേരും ഓടി നടന്നു ഈ ബാഗും കൊണ്ട്. ഓടി നടക്കുന്നതിനിടയിൽ ട്രെയിൻ വിടേണ്ട വിസിൽ വന്നു. പിന്നെ ഓടിയിട്ട് കാര്യമില്ല. അടുത്ത് കണ്ടത് ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. 2 പേരും ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് ചാടിക്കയറി. ടിക്കറ്റും അത് തന്നെയായിരുന്നു. കമ്പാർട്ട്മെൻ്റ് സ്ഥിതിയാണ് ഏറ്റവും ദയനീയം. കമ്പാർട്ട്മെൻറ്റ് നിറയെ ആളുകൾ. സൂചി കുത്താൻ പഴുതില്ല എന്ന് പറയുന്ന പോലെ തിക്കും തിരക്കും. വെളുത്ത ഷർട്ടാണ് മമ്മൂട്ടി ധരിച്ചിരുന്നത്. ട്രെയിനിലേക്ക് കയറി പറ്റിയപ്പോൾ തന്നെ ആൾക്കാരുടെ ഇടയിൽപ്പെട്ട് ഷർട്ട് ആകെ അഴുക്ക് പിടിച്ചു കളറ് മാറി. ബ്രീഫ് കേസ് കയ്യിലുണ്ട്. അത് വയ്ക്കാൻ സ്ഥലമില്ല. ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സ്ഥലമില്ല. ഏതെങ്കിലും സ്റ്റേഷൻ ചെല്ലുമ്പോൾ ആളുകൾ ഇറങ്ങിപ്പോകും, ഇരിക്കാൻ സീറ്റ് കിട്ടും എന്നൊക്കെ വിചാരിച്ച് ആശ്വസിച്ച് നിന്നു. പക്ഷെ അതും ഉണ്ടായില്ല. ആ നിൽക്കുന്നവരിൽ മദ്യപാനികളുണ്ടായിരുന്നു, കഞ്ചാവ് വലിക്കുന്നവരുണ്ടായിരുന്നു. രൂക്ഷമായ ഗന്ധം. മമ്മൂട്ടിക്ക് ഛർദ്ദിക്കണമെന്ന് തോന്നി. എങ്ങനെ ഇങ്ങനെ മദ്രാസിലേക്ക് പോകാൻ കഴിയും? ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ടും കാര്യമില്ല. നാളെ നേരം വെളുക്കുമ്പോൾ മദ്രാസിലെത്തിയേ പറ്റൂ. അവിടെ ശ്രീനിവാസൻ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്തിനു പറയുന്നു, മദ്രാസ് എത്തുന്നത് വരെ മമ്മൂട്ടി ബ്രീഫ് കേസ് കയ്യിലും വെച്ച് ആ തിരക്കിൽ ഒറ്റക്കാലിൽ നിന്ന് യാത്ര ചെയ്ത് പറഞ്ഞാൽ വിശ്വസിക്കാമോ? ഒരു നടനെ സംബന്ധിച്ച് മേളയിൽ അഭിനയിച്ച നല്ല നടനായി തുടർന്നുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടാണ് യാത്ര ചെയ്തത്. മദ്രാസിലെത്തിയപ്പോഴേക്കും ആകെ മാറിയിരുന്നു. എവിടെയെങ്കിലും ഒന്ന് വീണാൽ മതി, അത്രയ്ക്കും ടയേർഡായിരുന്നു. ശ്രീനിവാസൻ അവിടെ കാത്തു നിന്നിരുന്നു. യാത്രയെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ശ്രീനിവാസൻ സാധാരണ ചിരിക്കാറുള്ള പോലെ പൊട്ടിച്ചിരിച്ചു. ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അനുഭവമാണ് ഒരു കലാകാരനെ നിലനിർത്തുന്നത്. മമ്മൂട്ടി ഇനി ജീവിതത്തിൽ പരാജയപ്പെടില്ല. കാരണം എറണാകുളത്ത് നിന്നും മദ്രാസ് വരെ തിരക്കുള്ള ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഒറ്റക്കാലിൽ നിന്ന് യാത്ര ചെയ്തതിൻ്റെ ക്രെഡിറ്റ് മമ്മൂട്ടിക്കാണ്. നീ പോടാ എന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടി ദേഷ്യം കാണിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രീനിവാസൻ പറഞ്ഞു, ഞാനിങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പറയണം? നമുക്കെന്തായാലും ലോഡ്ജിലേക്ക് പോകാം. അങ്ങനെ അവർക്ക് താമസിക്കാനുള്ള സ്ഥലത്തേക്ക് ശ്രീനിവാസൻ കൊണ്ടുപോകുന്നു. അവർ താമസിക്കുന്ന ഹോട്ടലിനടുത്താണ് ലിബർട്ടി തിയേറ്റർ ഉള്ളത്. അവിടെ ആ ലിബർട്ടി തിയേറ്ററിന് മുമ്പിൽ വലിയ കട്ടൗട്ട്. അതിൽ ശങ്കറും രവീന്ദ്രനും. ആ കട്ടൗട്ടിനടിയിൽ ഒരു തലൈരാഗം. അന്ന് മദ്രാസിൽ ഒരു തലൈരാഗം സൂപ്പർ ഹിറ്റായിരുന്നു. കേരളത്തിലും അങ്ങനെ തന്നെ. 2 മലയാളികൾക്ക് പേരുണ്ടാക്കി കൊടുത്ത സിനിമയായിരുന്നു ഒരു തലൈരാഗം. കുറേ സമയം മമ്മൂട്ടി ആ വലിയ കട്ടൗട്ടിലേക്ക് നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, മിടുക്കന്മാർ, മലയാളത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുന്നവർ. ലോഡ്ജിലേക്ക് പോകുന്നതിനിടയിൽ ഒന്നുകൂടി തിരിഞ്ഞു നിന്നു. സ്വയം എന്ന മേലെ ചോദിച്ചു, ഇവരെ പോലെ എന്നാണ് തൻ്റെ കട്ടൗട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാവുക?